ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഏബൽ ജിജോ. ഗലീലയിലെ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യയുടെ അടുത്തേക്ക് ദൈവദൂതനാൽ അയക്കപ്പെട്ടു. അവളുടെ പേർ മറിയം എന്നായിരുന്നു. ദൂതൻ അവളോട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ, നിനക്ക് സ്വസ്തി. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു. ദൂതൻ പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നിന്റെ കൃപ കണ്ടെത്തിയിരുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നത പുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുകൾ നിറവേറട്ടെ. ഗലീലയിലെ നസ്രത്തിലെ ഒരു സാധാരണ പെൺകുട്ടി പറഞ്ഞ ഈ വചനം മനുഷ്യൻ പറഞ്ഞതിൽ ഏറ്റവും മനോഹരവും സമർപ്പണപൂർണവുമായ ഒരു മറുപടി ആയിരുന്നു. ഇതിലൂടെയാണ് ക്രിസ്മസിന്റെ ആരംഭം. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി മാത്രമാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ പിറന്നത്. നമുക്ക് നേർവഴി കാണിച്ചു തരാനും നമ്മുടെ തെറ്റുകൾ തിരുത്തുവാനും നമ്മളെ ദൈവമക്കളാക്കി മാറ്റുവാനും നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ണീശോ എത്തി. ഈ ക്രിസ്മസിന് നമുക്ക് സുഹൃത്ത് ജപവും വചനങ്ങളും പുണ്യപ്രവർത്തികളും ചെയ്ത് നമ്മുടെ ഹൃദയമായിരിക്കുന്ന പുൽക്കൂട്ടിലേക്ക് ഉണ്ണീശോ ക്ഷണിക്കാം. അതിനെല്ലാവർക്കും സാധിക്കണേ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയപൂർണ്ണ ക്രിസ്മസ് ആശംസകൾ. ആമേൻ.